നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയം പാസാക്കി. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF പ്രമേയത്തെ പൂർണ്ണമായി പിന്തുണച്ചപ്പോൾ സഭയിലുണ്ടായിരുന്ന 2 BJP അംഗങ്ങൾ എതിർത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ 2026 ജൂൺ 22 പുറപ്പെടുവിച്ച ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ രാജ്യത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സാമൂഹ്യ ആരോഗ്യ വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ ചാരിറ്റി സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ദശാബ്ദങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം, അശരണർക്കുള്ള ചികിത്സാ സഹായം, ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് വലിയ തോതിൽ പിന്തുണയേകുന്ന സേവനമാണ് സംസ്ഥാനത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സന്നദ്ധ സംഘടനകൾ നിർവഹിക്കുന്നത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെന്റ് ബില്ല് 2026 വ്യവസ്ഥകളും യഥാർത്ഥത്തിൽ സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണ്. പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വിദേശ സംഭാവന അനുവദിച്ചിരുന്നതിന് പകരം സാമൂഹികം, വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമ്പത്തികം, മതം എന്നീ 5 വിഭാഗങ്ങളിലായി നിർദ്ദേശിച്ചിട്ടുള്ള 105 മേഖലകളിലേക്ക് സംഘടനകളുടെ പ്രവർത്തന മേഖല പരിമിതപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത സംഘടനയ്ക്ക് മറ്റൊരു സംസ്ഥാനത്ത് പ്രവർത്തിക്കണമെങ്കിൽ വീണ്ടും രജിസ്ട്രേഷൻ എടുക്കണമെന്നതും സന്നദ്ധ പ്രവർത്തനങ്ങളെ പ്രായോഗികമായി തടസ്സപ്പെടുത്തുന്ന നിബന്ധനയാണ്. സ്വീകരിക്കുന്ന വിദേശ ഫണ്ടിൻ്റെ ആദ്യ ഗഡു ഉപയോഗിച്ചുവെന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ തുടർന്നുള്ള ഗഡുക്കൾ നൽകൂ എന്ന വ്യവസ്ഥ പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ തടസ്സമാകുന്നതാണ്. ചട്ടലംഘനം നടത്തിയാൽ ലഭിച്ച സംഭാവനയുടെ 30% വരെ കനത്ത പിഴ ഈടാക്കുമെന്ന വ്യവസ്ഥ ചെറിയ സാങ്കേതിക പിഴവുകളുടെ പേരിൽ പോലും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കുന്ന സമീപനമാണ്. സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെയും ഭാരവാഹികളുടെയും വ്യക്തിപരമായ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വെബ്സൈറ്റുകൾ എന്നിവ നിർബന്ധമായും വെളിപ്പെടുത്തണമെന്ന വ്യവസ്ഥ പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. സ്ഥാപനവുമായോ മാനേജ്മെൻറ്റുമായോ ബന്ധപ്പെട്ടവരോ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പുസ്തകം, മാസിക, വാർത്താമാധ്യമങ്ങളിലൂടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ളടക്കത്തിൻ്റെ ചുരുക്കം ഉൾപ്പെടെ വിശദാംശങ്ങൾ നൽകണമെന്നും വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ ഭരണകൂട നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് സമാനമായ വ്യവസ്ഥയാണിത്. കീ ഫംഗ്ഷണറി എന്ന പദത്തിൻ്റെ പരിധി ഡയറക്ടർമാർ, ട്രസ്റ്റിമാർ, പങ്കാളികൾ എന്നിവരിലേക്ക് വിപുലീകരിക്കുന്നതിലൂടെ ഭാരവാഹികൾക്കും ഡയറക്ടർമാർക്കും പുറമെ ട്രസ്റ്റിമാർ, പാർട്ട്ണർമാർ എന്നിവരെ കൂടി പരിധിയിൽ കൊണ്ടുവരികയും നിയമലംഘനങ്ങൾക്ക് ഇവരെ കൂടി ഉത്തരവാദികളാക്കി കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു. സാങ്കേതികമായി എന്തെങ്കിലും നിയമലംഘനം നടന്നാൽ പോലും ഇവർ വ്യക്തിപരമായി ശിക്ഷിക്കപ്പെടാമെന്നത് സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തന രംഗത്തേക്ക് കടന്നുവരാൻ താൽപ്പര്യപ്പെടുന്ന പ്രമുഖ വ്യക്തികളെയും വിദഗ്ധരെയും നിരുത്സാഹപ്പെടുത്തുന്ന സമീപനമാണ്. 2026 വിദേശ സംഭാവന ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു സംഘടനയുടെ FCRI ലൈസൻസ് റദ്ദാക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്താൽ ആ സംഘടന വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആസ്തികളെ ഏറ്റെടുക്കാൻ സർക്കാരിന് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ നിയമിക്കാവുന്നതാണ്. പ്രസ്തുത അതോറിറ്റിക്ക് ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സംഘടനകളുടെ സ്വത്തുക്കൾ പൂർണ്ണമായി കണ്ടുകെട്ടാനും കൈകാര്യം ചെയ്യാനും വിൽക്കാനുമുള്ള വിപുലമായ അധികാരം നൽകുന്നു. കോടതിയുടെ മുൻകൂർ അനുമതിയോ കൃത്യമായ ജുഡീഷ്യൽ പരിശോധനയോ ഇല്ലാതെ ഒരു ഭരണപരമായ ഉത്തരവിലൂടെ സംഘടനകളുടെ വർഷങ്ങളുടെ അധ്വാനബലം കൈക്കലാക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനവും നിയമവാഴ്ചയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് വിരുദ്ധവുമാണ്. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത പ്രയോഗം ചട്ടഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തദ്ദേശീയരുടെയും ആദിവാസികളുടെയും വിശ്വാസ രീതികൾ, ആചാരങ്ങൾ, ആരാധനാ സമ്പ്രദായങ്ങൾ എന്നിവയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണ്. ഇത് പിന്നോക്ക ട്രൈബൽ മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ്. ആയതിനാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 25, 29 എന്നിവയിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായതും രാജ്യത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നതുമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി നിർദ്ദേശവും ചട്ടഭേദഗതിയും അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പ്രമേയത്തെ പിന്തുണയ്ക്കേണ്ടതാണ്.
സാറേ, ബഹുമാന്യനായ അംഗം ശ്രീ വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതികൾ ഈ പ്രമേയത്തിന് എതിരായിട്ടുള്ള ഭേദഗതികളാണ്. ഈ പ്രമേയത്തിൻ്റെ അന്തസ്സത്തേക്ക് യോജിക്കാത്ത, പ്രമേയത്തിൻ്റെ കണ്ടന്റിന് യോജിക്കാത്ത ഭേദഗതികളാണ്. അത് പൂർണ്ണമായും നിരാകരിക്കുന്നു. ശ്രീ പ്രസാദ് പറഞ്ഞ ആദ്യത്തെ ഭേദഗതി സ്വീകരിക്കുന്നു. മറ്റത് ഇതിൻ്റെ കണ്ടന്റിൻ്റെ ഭാഗമായിട്ട് വേറെ സ്ഥലത്ത് അതേ ആശയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, ഈ സംഘടനകളെ നിയന്ത്രിക്കുന്ന കാര്യം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭേദഗതി അംഗീകരിക്കുന്നു. അംഗീകരിക്കപ്പെട്ട ഭേദഗതിയോട് പ്രമേയം പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിക്കും. ആയിക്കോട്ടെ. ഭേദഗതി ചെയ്ത പ്രമേയം അംഗീകരിക്കാമല്ലോ. അംഗീകരിക്കാം. എന്താ പോള് വേണമെന്നോ? ആയിക്കോട്ടെ, ഓക്കെ. അല്ല, പോള് ചെയ്യിക്കാനുള്ള അവകാശമുണ്ടല്ലോ. റിംഗ് ദ ബെൽ. പോളിംഗ് പ്രോസസ്സിലോട്ട് പോവുക. Yes. Polling started. ഭേദഗതിയെ അനുകൂലിക്കുന്നവർ റേസ് എന്നാണ്. എന്തോ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ റേസ് എന്ന് പറഞ്ഞാൽ ഭേദഗതി ഇല്ല, അവർ ഭേദഗതിക്ക് വേണ്ടിയല്ലേ ചോദിച്ചത്. അത് വോട്ടിനിട്ട് തള്ളുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതെ, ഈ പ്രമേയത്തിലുള്ള വോട്ടിംഗ് ഇടുകയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങേക്ക് മൈക്കില്ലാത്തതുകൊണ്ട് എനിക്ക് കേൾക്കുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ പ്രമേയത്തിനാണ് വോട്ട്. അതെ, ആ പ്രമേയത്തിന്. അതാ ഞാൻ പറഞ്ഞത്, അങ്ങ് ശ്രദ്ധിക്കാതിരുന്നുകൊണ്ട്. ഈ പ്രമേയത്തിന്റെ ഭേദഗതിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതിയോട് യോജിക്കുന്ന ആളുകൾ യെസ്, വിയോജിക്കുന്ന ആളുകൾ നോ. ചെയ്യണം. വോട്ട് ചെയ്തു. വോട്ട് ആദ്യം ചെയ്യണം. വോട്ട് ചെയ്യാൻ പറഞ്ഞില്ല. അല്ല സാർ ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം തുടക്കത്തിൽ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവർ എസ് എന്ന് പറഞ്ഞു, അല്ലാത്തവർ നോ എന്ന് പറഞ്ഞു. രണ്ടാമത് ഭേദഗതിക്ക് അനുകൂലമായിട്ട്, അതായത് ശ്രീ വി മുരളീധരൻ അവതരിപ്പിച്ച ഭേദഗതിക്ക് എന്ന് പറഞ്ഞു. രണ്ടും ഓപ്പോസിറ്റാണ്. അപ്പൊ എസ് നോയും മാറി മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രൊസീജിയർ നമ്മൾ ഒന്നുകൂടി ആരംഭിക്കുകയാണ്. റിംഗ് ദ ബെൽ. കുഴപ്പമില്ല, നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്. യെസ് യെസ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കാമോ എന്നുള്ള പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസ്സാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ യെസ്, വോട്ട് ചെയ്താൽ മതി. യെസ്. പ്രതികൂലിക്കുന്നവർ എത്ര? നമ്പർ എത്രയാണ്? നിഷ്പക്ഷം. അതുകൂടെ നമുക്ക് പ്ലസ് ആയിട്ട് ചേർക്കാം. ഇത് വരാത്തതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കാം. അനുകൂലിക്കുന്ന ആളുകൾ 111 ഒന്നുകൂടെ ചേർത്ത്. ഭേദഗതിയെ പ്രതികൂലിക്കുന്നവർ 2,
പ്രമേയം പാസ്സായിരിക്കുന്നു. പ്രമേയം പാസ്സായിരിക്കുന്നു.